സീതയുടെ ജനനവും രാവണന്റെ മരണവും രഹസ്യമെന്ത്? കുശധ്വജൻ എന്ന മഹർഷിയുടെ മകളായിരുന്നു വേദവതി. മഹാവിഷ്ണുവിനെ പതിയായി ലഭിക്കാനായി തപസ് ചെയ്ത വേദവതിയെ രാവണൻ കാണുകയും സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വരും ജന്മത്തിൽ തന്റെ പതിയായി മഹാവിഷ്ണു വരുമെന്നും താൻ കാരണമാകും രാവണന്റെ അന്ത്യമെന്നും ശപിച്ച് വേദവതി അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു. വേദവതിയുടെ ചാരം രാവണൻ ഒരു പെട്ടിയിലാക്കി ലങ്കയിൽ സൂക്ഷിച്ചു. ഈ പെട്ടി ലങ്കയിൽ ഇരിക്കുന്നത് ദോഷമാണ്. ഇത് പുഴയിൽ ഒഴുക്കിക്കളയണമെന്ന് നാരദൻ അറിയിച്ചു. രാവണൻ ആ പെട്ടി ജലാശയത്തിൽ ഒഴുക്കി. ഈ പെട്ടി ഒഴുകി ജനകരാജാവിന്റെ യാഗശാലയ്ക്ക് സമീപം അടിയുകയും ചെയ്തു. യാഗത്തറ കെട്ടാനായി നിലമുഴുതപ്പോൾ ജനക മഹാരാജാവിന് അവിടെ നിന്ന് ഒരു പെൺകുഞ്ഞിനെ ലഭിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങളില്ലാത്ത ജനക മഹാരാജാവ് ആ കുഞ്ഞിന് സീത എന്ന പേര് നൽകി. ഈ കുഞ്ഞ് രാവണ നിഗ്രഹത്തിന് പ്രതിജ്ഞയെടുത്തു വന്ന സ്ത്രീരത്നമാണ് വേദവതിയുടെ പുനർജന്മമായ സീതാദേവി.